രാജസ്ഥാൻ റോയൽസിന് നല്ലൊരു അവസരമാണ്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ടേബിൾ ടോപ്പേഴ്സ് ആവാൻ പറ്റും. ഒരുപാട് നാളുകൾക്ക് ശേഷം പഞ്ചാബിനെ ടോപ്പിൽ നിന്ന് ഇറക്കാൻ പറ്റും. പക്ഷെ നിർഭാഗ്യവശാൽ അവരിന്ന് ജയിക്കില്ല. അവരുടെ മത്സരം ഡൽഹി ക്യാപിറ്റൽസുമായിട്ടാണ്. പറയുമ്പോൾ ഡൽഹി അവസാന മത്സരം മുംബൈ പരാജയപ്പെട്ടതും രാജസ്ഥാൻ റോയൽസ് ഈ സീസണിലെ ഏറ്റവും വലിയ ടീമിനെ തോൽപ്പിച്ചതുമാണ്. പിന്നെ എന്തിനാണ് രാജസ്ഥാൻ പൊട്ടുമെന്ന് പറയുന്നത്? അവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ഡൽഹിക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പറഞ്ഞ് കളിക്കുമെന്ന് പറഞ്ഞ ഒരു ജിന്നുണ്ടായിരുന്നു, ഒരു മുതൽ. കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയില്ല. പക്ഷേ ഇന്നത്തെ മത്സരം 100% ഇറങ്ങും. ഡൽഹിയുടെ ഏറ്റവും മികച്ച ബോളറാകാൻ പോകുന്നു അവരുടെ കുന്തമുന, ഓസ്ട്രേലിയയുടെ വജ്രായുധം, പേസ് മാസ്റ്റർ, സ്റ്റെബിനെ പ്രണയിച്ച മാലാഖ മിച്ചൽ സ്റ്റാർക്ക്. സ്റ്റാർക്കിന് മുമ്പിൽ ആധിപത്യം പുലർത്തുക എന്നത് അത്ര എളുപ്പമല്ല. വളരെ ചുരുങ്ങിയ പ്ലേയേഴ്സിന് മാത്രമേ അത് സാധ്യമായിട്ടുള്ളൂ. വൈഭവ് സൂര്യവംശിയും സ്റ്റാർക്കും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മത്സരം, എല്ലാവരും നോക്കിക്കാണുന്ന മത്സരം. ബുംറയും കമ്മിൻസിനൊക്കെ സൂര്യവംശി അടിച്ചു. പക്ഷേ സ്റ്റാർക്കിനെ അത്ര എളുപ്പം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റാർക്കിൻ്റെ എക്സ്പീരിയൻസ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. മൂപ്പരി വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത പ്ലെയറുമാണ്. അതുകൊണ്ട് തന്നെ ആര് സ്കോർ ചെയ്യുമെന്ന് അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഞാൻ സ്റ്റാർക്കിൻ്റെ ഭാഗത്താണ്, ഡൽഹിയുടെ ഭാഗത്താണ്. മത്സരം ഡൽഹി ജയിക്കും. സ്റ്റാർക്ക് സൂര്യവംശിയുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കുമെന്ന് കരുതുന്നു. സ്റ്റാർക്ക് 2 വിക്കറ്റ് എടുക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. മിനിമം 2 വിക്കറ്റ് കിട്ടും. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് കംബാക്ക് എടുക്കും. ഡൽഹിക്ക് ഏകദേശം ഡു ഓർ ഡൈ മത്സരമാണ്. ഡൽഹിക്ക് ജയിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ടേബിൾ ടോപ്പിലുള്ളവരെ തോൽപ്പിച്ചാലാണ് ഡൽഹിക്ക് വരാൻ കൂടുതൽ സാധ്യത ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ രാഹുലും പിള്ളേരും, അക്ഷർ പട്ടേലും പിള്ളേരും RRനെ തോൽപ്പിക്കും. അത് നമ്മളെ തോൽപ്പിച്ചുകൊണ്ട് പറയല്ല, തോൽപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റാർക്ക് വന്നതോടുകൂടി ഡൽഹി നല്ല സ്ട്രോങ് ആയി. സംശയമുള്ളവർക്ക് ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർക്ക് കാണിച്ചില്ല. കഴിഞ്ഞ മത്സരം തന്നെ നമ്മൾ സ്റ്റാർക്കിന് ഹൈപ്പ് കൊടുത്ത് നിർത്തിയതാണ്. പക്ഷേ സ്റ്റാർക്ക് വന്നില്ല. സ്റ്റാർക്ക് ആ ക്ഷീണം കൂടി ഇതിൽ തീർക്കുമെന്ന് കരുതുന്നു.